ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ EBC ട്രക്കിൻ്റെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. 14 ദിവസത്തെ പാക്കേജാണ്. അതിൽ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം ട്രക്കിംഗ് ഒന്നുമില്ല. ഫസ്റ്റ് ദിവസം ജസ്റ്റ് നമ്മൾ ഗ്യാദർ ചെയ്യും. അതായത് ഹോട്ടലിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് കൂടുതൽ ഒപ്പരം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടുക, പ്ലസ് ഗൈഡിനെ പരിചയപ്പെടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്തെല്ലാം ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടാവും, എന്തെല്ലാം കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ ചെറിയൊരു ബ്രീഫിംഗ്, ഒരു ക്ലാസ് പോലെ, ഒരു 2-3 മണിക്കൂറത്തെ ക്ലാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് അവിടെ തന്നെ കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ്, അതായത് നാളെയാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാക്കേജിൻ്റെ പ്രൈസ് വരുന്നത് 49,350 രൂപയാണ്. അതായത് 49,350 റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേ, ഈ 13 രാത്രി സ്റ്റേ, 13 രാത്രിയും 14 ദിവസമാണ് ഈ പാക്കേജ്. അപ്പോൾ 13 രാത്രി സ്റ്റേ അവർ പ്രൊവൈഡ് ചെയ്യും, പ്ലസ് ഗൈഡ്, പിന്നെ പോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 kg നിങ്ങൾക്ക് മാക്സിമം കയറി ചെയ്യാം. അതായത് കാത്മണ്ഡുന്ന് ലുക്ലയിലേക്ക് ബൈ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 15 കിലോ ആണ്. ആ 15 കിലോയിൽ 10 കിലോ പോട്ടർ കയറി ചെയ്യും, ബാക്കി 5 കിലോ നമ്മൾ തന്നെ കയറി ചെയ്യണം. പിന്നെ ഈ 13 രാത്രിയും 14 ദിവസത്തേക്കുള്ള ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കണം. പിന്നെ ഉള്ളത് കാത്മണ്ഡു ടു ലുക്ല ഫ്ലൈറ്റ് ടിക്കറ്റ്. കാത്മണ്ഡു ടു ലുക്ല ആൻഡ് ലുക്ല ടു കാത്മണ്ഡു, ഈ 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഭക്ഷണം മാത്രം നോക്കിയാൽ മതി. പിന്നെ ജാക്കറ്റ്, ട്രൗസേഴ്സ്, പിന്നെ ഗ്ലൗസ്, കാര്യങ്ങൾ, സ്റ്റിക്ക്, എന്തെല്ലാം സാധനങ്ങളുള്ള വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് റെൻറ്റിന് കിട്ടും. വാങ്ങേണ്ട ആവശ്യമില്ല. വാങ്ങുന്നതാണെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ എല്ലാം റെൻറ്റിന് എടുത്തതാണ്. റെൻറ്റിന് ഷോപ്പിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റെൻറ്റിന് എടുത്തത് ഫുള്ള് ടോട്ടലായത് ഏകദേശം 6,000 റുപ്യയാണ്. എനിക്ക് ഈ സാധനങ്ങളെല്ലാം ഫുള്ള് ഗിയർ വാങ്ങിച്ചതിൻ്റെ പൈസ ചിലവായത് 6,000 റുപ്യ. 6,000 നേപ്പാളി റുപ്പീസ്. 6,000 നേപ്പാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5,000 ഇന്ത്യൻ റുപ്പീസ് അതിൻ്റെ അടുത്തേ വരുള്ളൂ. എന്നാൽ പിന്നെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഹോസ്റ്റൽ, ഞാൻ താമസിച്ച ഹോസ്റ്റലിൽ പെർ ഡേ 800 റുപ്യാണ് വരുന്നത്. പിന്നെ ലോക്കറിന് 500 ഡെപ്പോസിറ്റ് ഉണ്ട്. ലോക്കർ കീക്ക് 500 റുപ്യ ഡെപ്പോസിറ്റ്. 500 റുപ്യ ലോക്കറിൻ്റെ കീ നിങ്ങൾ റിട്ടേൺ കൊടുക്കുന്നവരോ 500 നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഹോസ്റ്റലിൻ്റെ പേര്, അലോബാർ 1000. മോശമില്ലാത്തതാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോസ്റ്റലുണ്ടാവും, 1-2 ഒന്നല്ല, 10-100 കണക്കിന് ഹോസ്റ്റൽസാണ്. ഇവിടെ കിട്ടുന്ന പോലത്തെ ഒരു ഡൈനിങ്ങിൻ്റെ സംഭവമുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഫുഡ് കിച്ചൺ ഉണ്ട് അവിടെ, കോഫി, കള്ള് വേണമെങ്കിൽ കള്ളുണ്ടാവും. എനിത്തിങ് whatever you want, it's available. ഡൈനിങ് ഏരിയ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് റിസപ്ഷനിലെ പെണ്ണാണത്. അതെൻ്റെ ലഗേജാണ്. ഞാൻ ലഗേജെല്ലാം സെറ്റാക്കി വെച്ചതാണ്. ഞാനിപ്പോൾ അവരുടെ ഹോട്ടലിലേക്ക് പോകുന്നതാണ്. പാക്കേജ് ഇവിടെ ട്രിപ്പിൻ്റെ സംഭവം, ട്രാവൽ ഡെസ്ക്. എന്തെങ്കിലും ടൂർ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി, ഇവർ സെറ്റാക്കി തരും. ഇതെല്ലാം ഇവർ ചെയ്യുന്നതാണ്. EBC അന്നപൂർണ്ണ. EBCയിൽ ഞാൻ മുന്നേ ഗൂഗിളിൽ തപ്പിയിട്ടാണ് ഇവരുടെ അഡ്വഞ്ചർ നേഷൻ എന്നാണ് ഇവരുടെ കമ്പനീൻ്റെ പേര്. ഞാൻ പോകുന്ന പാക്കേജിൻ്റെ ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം റേറ്റ് കുറവായിട്ട് കണ്ടത് ഇവരെയാണ്. 49,350 ഇന്ത്യൻ റുപ്പീസ്. ബാക്കിയെല്ലാം വലിയ പൈസയാണ് കാണിക്കുന്നത്. വിത്ത് ഫുഡാകുന്നവരും വലിയ പൈസയാണ്. കാരണം അങ്ങോട്ടേക്ക് പോകുന്നവരോ ഫുഡിനെല്ലാം ഭയങ്കര പൈസയാണ്. ആൾട്ടിറ്റ്യൂഡ്, അതായത് നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നതോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന പോലെ ഫുഡിൻ്റെ പൈസയും ഭയങ്കരമായിട്ട് കൂടും. എനിക്ക് തോന്നുന്നത് ഇവിടെ ഹോസ്റ്റലിൽ ആകെ ഈ ഒരു ഹോസ്റ്റലിൽ മാത്രം തോന്നുന്നു സ്വിമ്മിംഗ് പൂളുള്ളൂ. സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഇതുവരെയും കുളിച്ചേക്കില്ല. കുളിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ടൈം കിട്ടുന്നില്ല. ആണെങ്കിൽ ഇതാ ഇവിടെ കോക്ടെയിലെല്ലാം ഉണ്ടാക്കി തരും. ഓരോ ഷോട്ട് അടിച്ചുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ സ്വിം ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ട് ഡൈനിങ് ടേബിൾ. പൂളിൻ്റെ ഏരിയയിൽ നിന്ന് നേരെ പോയാൽ
ലെവല്. സ്റ്റെയർ കേസ്. എന്താണ് ഇവലെ ഹോട്ടൽ, ഐ മീൻ ഹോസ്റ്റൽ, അലോബാർ 1000 സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് 2014 വിന്നർ. പിന്നെ ബെസ്റ്റ് ഹോട്ടൽ ഇൻ നേപ്പാൾ, ബെസ്റ്റ് ഹോസ്റ്റൽ ഇൻ നേപ്പാൾ 2014. 8.2 റേറ്റ് ഉണ്ട്. എല്ലാം കിടക്കന്നെ. ഇതിന് ചീപ്പായിട്ടുള്ളതുണ്ട്. ഇത് ഇപ്പോൾ 800 നേപ്പാളി റുപ്പീസാണ്. 500 കിട്ടുന്നെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ബാത്റൂമാണ്, സ്റ്റെപ്പ് കയറിയാടും, ടോയ്ലറ്റ് 1 2 3, പിന്നെ ഷവർ റൂം. ഒരു ബോക്സ് ഉണ്ടാവും, ബോക്സിൽ വേണ്ട ഡ്രസ്സെല്ലാം വെക്കാം. വീണ്ടും ഷവർ റൂം ഉണ്ട്. ഇതൊന്നും എൻ്റെ എല്ലാം വേറെയാണ്. ഹലോ ഗൈസ്, ഉള്ളിലാരെല്ലാം ഉണ്ട്. മെല്ലെ മെല്ലെ മതി. പിന്നെ ഇത് ലോക്കർ റൂം. ലോക്കർ റൂമിന് 500 രൂപ, 500 നേപ്പാളി റുപ്പീസ്. ഞാൻ പൈസ പറയുന്നില്ല, നേപ്പാളി തന്നെ ആയിരിക്കും. ഓക്കെ, ഇതും എൻ്റെ ബാഗാണ്. 500 രൂപ ലോക്കർ റൂമിൻ്റെ പൈസയാണ്. അപ്പോൾ 500 രൂപ നിങ്ങൾ ലോക്കർ യൂസ് ചെയ്തിട്ട് തിരിച്ച് ഈ കീ കൊടുക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റാണ് അത് അവർ 500 രൂപ റിട്ടേൺ തരുന്നതായിരിക്കും. പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ലഗേജ് കൂടുതലാണ്, എന്നിട്ട് നിങ്ങൾക്ക് കൂടുതലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ക്യാരി ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് കുറച്ച് സാധനം മാറ്റി വെക്കണോ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക്കറിൽ വെച്ചാൽ മതി. ഈ ലോക്കറിൽ അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് മാത്രം 500 രൂപ. ആ 500 രൂപ ചാവിത്തി കൊടുക്കുന്ന സമയത്ത് 500 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല, എത്ര ദിവസമാണെങ്കിലും. അത്രയേ ഉള്ളൂ. നല്ലൊരു പരിപാടിയല്ലേ. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് 500 രൂപ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ വെക്കുക. എല്ലാം ഏച്ചി വലിച്ച് കൊണ്ടുപോകണ്ടല്ലോ. ഏച്ചി വലിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെ ചുമക്കണമല്ലോ. അതിന് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഇതെല്ലാം റൂമാണ്. 104, 101, 102, 103ലാണ് ഞാൻ. ഇവിടെയായിരുന്നു ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അപ്പം ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഹോസ്റ്റലിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ. ഇതാണ് ഹോസ്റ്റല്, അലോബാർ. അതിൻ്റെ നേരെ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, മറ്റേ വാൾ ക്ലൈംബിങ്. അത് കാണിച്ചു തരാം. ഫുൾ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. രാവിലെ നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ കുറേ കണ്ടിട്ടെല്ലാം പോയതാണ്. എനിക്ക് ഇപ്പോൾ ഫൈനലാണ് നടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോളിലാണ് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും. ഇനിയിപ്പോൾ ഫൈനൽ നടക്കുന്നത് റൈറ്റ് സൈഡിലുള്ള ബോളിലാണ്. അതായത് ഫൈനൽ വരെ ഉള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള ബോളിലും ഫൈനൽ റൈറ്റ് സൈഡിലുള്ള ബോളിലും. ഈ ബോളാണ് ഫൈനൽ. ഇപ്പോൾ ലേഡീസാണ്. മേലെ കാണുന്ന ടോപ്പിന് ഒരു സാധനമില്ല. അതിൻ്റെ ഇപ്പറുള്ള ഒരു ചെറിയ മറ്റുള്ള സാധനമില്ല. അതിൻ്റെ ഉള്ളിൽ ഓളി സാധനം. Priya Pradhan, please get ready. Priya Pradhan, if you want, please get ready. റോപ്പ് കൊടുക്കുന്നുണ്ടോ? Priya Pradhan, please get ready.
Okay. Second trick. ആ ടോപ്പിൻ്റെ അടുത്തുള്ള Come on. മുന്നിൽ ടയറുണ്ട്. Dio. ഇവിടെ 맞다. 잘해. Oh. ഇതായിരുന്നു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിൽ ഇതാണ് ഫൈനൽ സ്ലിപ്പറും. If you can rest like that, then you must. Oh my God! Oh my goodness! What was that? Yo, हात पाच्चे गर्नु पर्यो. त्यस्तै गम छ गम. कास्यो. त्यो आफूकै गम छ. यो घोटाला भयो यो. श्री सर, oh my God, what is this भन्दै छ. श्रीको ठक पर्यो नि. कसरी हुन्छ यस्तो? अब उसले नै भन्दैछ. उसले पनि कसरी हुन्छ भन्दैछ त्यहाँ माथि. अब त Guys, give it time. That's time for Waiting Sherpa. What a wonderful show. And so true from the heart. It's like, no, I cannot. I'm sorry. Yeah! And that's a Spider-Woman. Right there. Another. another one. Nice. കറക്കണ്ട. Feels like she's climbing with the music. Nice and slow. ആർത്തം വരെ എല്ലാവരും എത്തുന്നുണ്ട്. Let's go, Kando. Yeah! Kandoले कपालमा गर्छ त कपाल यसो गर्दै. भएन त? Come on, Kando. Yeah, Kando. Yeah. Nice. Man. അർത്ഥം വരെ എത്തട്ടെ. Come on! There you go. Come on! Yeah! Oh my God! Woo! Chandra Ali! ഇതൊരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Let's go, everybody, come on, make some noise! That's crazy! My goodness! Oh! Come on, Rachel, come on, yeah! Come on! And there's another clip. Let's go! Yeah! Come on, Rachel! Oh my God! Come on, everybody! Man, it's getting hotter and hotter here. Come on, Rachel! You got this! Come on! Come on, Rachel! Come on! Come on, guys! Come on, everybody! Louder! Come on! Everyone, over here! Come on! No way! Oh my God!
Ladies and gentlemen, Roger, everybody! Where's my paper? Oh, it's here. It's here. Thank you. Sorry, I got too excited there. Man, that was unbelievable, isn't it? You know what? This time, Come on, Tostica! Come on, Zostica, come on. Run. There we go. Come on, Vaini. That's a nice drop in there by Zostica. Yeah. There we go. There we go. Come on, Vaini. Come on, Vaini. Come on, yeah. Let's go. Yeah, let's go. Come on, Zostica, come on. Nice and easy, yeah. Come on. Come on, you got this. Come on, Vaini. You guys ready for this? Come on, Zostica, you got this. Come on, Zostica. Come on. That's a time. That's it, guys. We're done. You can go home now. That's it. My goodness. Zostica on the ഏതാല്ലേ ഗെയിം അമ്പോ കുത്തി പൊളി ഇത് ആമ്പിള്ളറുണ്ട് ആമ്പിള്ളറ് കൈന് പെമ്പിള്ളറ് എനിക്ക് കാണാൻ നിന്നാൽ സമയമില്ല വി ഹാവ് ടു ഗോ ടു ദ ഹോട്ടൽ പാക്കേജുകാര ഹോട്ടലിലേക്ക് പോകണം അവരെ തന്നെ എയർപോർട്ട് പിക്കപ്പും ഉണ്ട് ഞാൻ 3-4 ദിവസം മുമ്പേ എത്തിയോണ്ട് പിന്നെ എൻ്റെ ഈ ഹോസ്റ്റലിൻ്റെ അരിയത്തും തന്നെയാണത് ഞാൻ വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഗായ്സ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ട് വേറെ മറ്റേ ഹോട്ടലിലേക്ക് പോകുന്നതാണ് പാക്കേജിൻ്റെ അത് ഇവിടെ അടുത്താണ് 5 മിനിറ്റ് അപ്പോൾ ഇങ്ങനത്തെ ടാക്സി ഇൻ ഡ്രൈവ് ആപ്ലിക്കേഷൻ്റെ പേര് ഇൻ ഡ്രൈവ് ഇതാണ് ഗായ്സ് നമ്മളെ ഹോട്ടൽ പൊട്ടാല ഗസ്റ്റ് ഹൗസ് ഇവിടെ എത്താനാണ് പറഞ്ഞത് ഓപ്ഷൻകാരെ ഇതന്നെയാണോ അല്ലയെന്നുള്ളത് പോയിട്ട് നോക്കാം ഹോട്ടൽ പൊളിയാണ് ഹലോ ഇതന്നെയാണ് ഹോട്ടൽ 208 അപ്പോൾ ഒരുത്തനും കൂടി ഉണ്ട് റൂമിൽ അപ്പോൾ നമ്മൾ ഈ പാക്കേജിൽ ടോട്ടൽ 4 ആൾക്കാരാണ് ഞാനും കൂടിയിട്ട് ഞാൻ കൂടാതെ വേറെ 3 ആൾക്കാരും കൂടി ഉണ്ട് ഓക്കെ അതിലിപ്പോഴത്തെ ഈ കമ്പനീൻ്റെ ഒരാൾ താഴെയുണ്ട് ഞാനിപ്പോൾ മീറ്റ് ചെയ്ത് അപ്പോൾ അവൻ താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു 5 മിനിറ്റ് ഉണ്ട് ഫോർ സം ബ്രീഫിംഗ്